ചെടി വഡ്ഡി ചെയ്ത് പിടിച്ചതാണ്. അടുത്ത വർഷം ഇതിൽ നിന്ന് കായ പറിക്കാൻ കഴിയും. അതിൽ 2 കമ്പ് പിടിച്ചിട്ടുമുണ്ട്. വഡ്ഡി ചെയ്ത് 2 കമ്പ് വഡ്ഡി ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അത് അടുത്ത സീസണിൽ ഒരാൾക്ക് ആണെങ്കിലും വരുമ്പോൾ വഡ്ഡി കൊണ്ടായിട്ട് കൊടുക്കുകയും ചെയ്യപ്പെടും. സീസൺ എപ്പോഴാണ്? വിളവെടുപ്പിന്റെ സീസണാണ്. ഇപ്പോൾ ഈ ദിവസം ഒരു 100 കായൊക്കെ കിട്ടുന്നുണ്ട്. മെയ് മാസം ഒരു 25-ാം തീയതി കഴിഞ്ഞാൽ, മെയ് മാസം ഒരു അവസാനം തുടങ്ങിയാൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ആ 3 മാസത്തിലാണ് ഏറ്റവും കൂടുതൽ വിളവെടുപ്പ്. ഈ ജാതിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു മരത്തിൽ 1000 കായ ഉണ്ടെങ്കിൽ വിളവെടുക്കാൻ തുടങ്ങിയാൽ ഒരു 2-3 ആഴ്ച കൊണ്ട് വിളവെടുത്ത് തീരും. അല്ലാണ്ട് എല്ലാ ദിവസവും ചെന്ന് ഈ 3 മാസം തരേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10-20 ദിവസം കൊണ്ട് ആ ജാതിയിലെ ഒരു 90% കായകളും താഴെ വീഴും. അത് ദിവസവും പറക്കണം, ദിവസം പറക്കുകയും ചെയ്യണം, ദിവസം ഉണങ്ങുകയും ചെയ്യണം. ജാതിക്ക് ആയാൽ പിന്നെ ഒരു അധ്വാനം, നല്ലൊരു പണിയാണ്. ഒരു ജാതിക്ക് എത്ര ഗ്രാം വരും? ഒരു 90 കായൻ്റെ 1 കിലോ വരും. തൊണ്ടില്ലാത്തത് 9 ഗ്രാം വരെ ഉണ്ടെന്നാണ് ഞാൻ കണക്ക് കൂട്ടിയത്. ഒരു ജാതിപത്രി 3 ഗ്രാം മുതൽ 4 ഗ്രാം വരെയുണ്ട്. ഇപ്പോഴത്തെ വിലയ്ക്കാണെങ്കിൽ ഒരു ജാതിപത്രി 4 രൂപയുടെ മുകളിൽ വില വരുന്നുണ്ട്. ഫ്ലവർ ആണെങ്കിൽ ഒരു ജാതിപത്രിക്ക് 4 രൂപ. ഒരു കായ്ക്ക് ഇപ്പോഴത്തെ വിലയ്ക്ക് ഏകദേശം ഒരു 350 രൂപ വിലയുണ്ട്. 350 രൂപ എന്ന് പറയുമ്പോൾ അതിനൊരു 3.25 രൂപ. ഇപ്പോഴത്തെ വിലയ്ക്കാണെങ്കിൽ ഒരു ജാതിക്കായി ഒരു ജാതിപത്രി 7.5 രൂപ വില കിട്ടുന്ന നമുക്ക് കർഷകന് കിട്ടും, നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്ക്. ഓരോ ദിവസം വിളവെടുത്ത് കഴിഞ്ഞാൽ അത് ഉണക്കണമല്ലോ. അപ്പോൾ അത് ഉണക്കാൻ സാങ്കേതിക വിദ്യയൊക്കെ അടുക്കളയിലുണ്ട്. അതിൻ്റെ ഭാര്യ ഉണ്ട്. അത് കായ പറിച്ചു കൊണ്ടുവന്നിട്ടാൽ എൻ്റെ അമ്മയുണ്ട്. അമ്മയും ഭാര്യയും കൂടി അത് ഏറ്റോളും. അന്നേരം അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ല. അതിന് പ്രത്യേക സൗകര്യം വല്ല ഒരുക്കിയിട്ടുണ്ട്? അടുക്കളയിൽ അതിന് പ്രത്യേകമായിട്ടുള്ള അതിപ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ ഈ കൊല്ലം മുതലൊരു പുതിയ അടുപ്പുണ്ടാകുന്നുണ്ട്. അടുപ്പിൻ്റെ പണി തീർന്നില്ല. പണിപ്പുരയിൽ നിൽക്കുകയാണ്. പണി ചെയ്യാനുള്ള ആളെ കിട്ടാനുള്ള വിഷമം കൊണ്ടാണ്. 2 ആഴ്ച കൊണ്ട് പണി തീർക്കും. 2 ആഴ്ച കൊണ്ട് തീരും. അതായത് അതൊരു പ്രത്യേക തരത്തിലാണ്. ഒട്ടും പുക കയറില്ല ജാതിപത്രിക്കുള്ളിൽ. അതെല്ലാം ഒരു പൈപ്പിൻ്റെ അകത്തൂടി ഇട്ട് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ അങ്ങനെ ഉദിച്ച് വന്നതാണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏകദേശം 2 ആഴ്ചക്കുള്ളിൽ തീരും. നമുക്കതൊന്ന് കാണാം അല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലോട്ട് കായും പത്രിക ഇടും. ഇപ്പോഴൊക്കെ ഇവിടെ ഇട്ടാൽ ഉണങ്ങാം. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെയായി കിട്ടും. കായും ഒക്കെ ആയി കിട്ടും. ഇത് മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചേര് കെട്ടി കായ ഇതിൻ്റെ മുകളിൽ ഉണങ്ങും. ജാതിപത്രി എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അടുപ്പാതിൻ്റെ അടിയിൽ ഒരു ഷട്ടർ പോലെ സാധനം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ തകരം. ഈ തകരത്തിലോട്ട് ജാതിപത്രി വെച്ചിട്ട് അങ്ങോട്ട് തള്ളി വെക്കുക ചെയ്യുക. 5-6 പേര് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ വിറക് വെച്ച് കത്തിക്കുകയാണെങ്കിൽ ആ ജാതിപത്രി നേരം വെളുക്കുമ്പോൾ നല്ല ഉണക്കായിട്ടിരിക്കും. അങ്ങനെയാണ് ഇത് ഉണങ്ങിയെടുക്കുക. ഉണങ്ങിയെടുത്താൽ പിന്നെ ഇത് ബാരലുകളിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക. അതാണ്. ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടായിരിക്കും കുറച്ച് ഇപ്പോൾ കായ കുറവാണ്. ഇത് മിനിങ്ങാന്ന് കൊണ്ടേ കായ വിറ്റതിൻ്റെ ബാക്കിയാണ്. എന്നുവെച്ചാൽ ഇപ്പോഴാണ് ഇന്ന് വീഴുന്ന കാലം നാളെ വിൽക്കുക. അതുപോലെ ഉണങ്ങും. അതുകൊണ്ട് പെട്ടെന്ന് വിറ്റ് തീർക്കാം. ഇപ്പോൾ നേരിട്ട് വിൽക്കുന്ന ലാഭം. ഇപ്പം നല്ല വിലയാണ്. മാർക്കറ്റിൽ വിപണിയിൽ വില കൂടുതലാണ്. ഇത് കണ്ടമാനം താമസിച്ചാൽ ഇതിൻ്റെ തൂക്കം കുറയും. ഇപ്പോൾ ഇത് കുടുങ്ങുമ്പോഴത്തേക്കും കൊണ്ടേ വിറ്റാന്നരിച്ച് വില കൂടുതലാണ്. 1 കിലോ ഇപ്പോൾ വിൽക്കുന്നത് ഒരു 3 ആഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ 900 ഗ്രാമേ ഉണ്ടാവുള്ളൂ. അതുപോലെ ഉണക്ക് ബാധിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കാ അധികമാവുമല്ലോ. അപ്പം ഇവിടെ സൗകര്യം കുറവായത് കൊണ്ടാണോ പുറത്ത്? അതെ, അതുകൊണ്ടാണ്. ഇവിടെ തികയാതെ വരും. അന്നേരം ഞങ്ങളതുകൊണ്ട് പുതിയൊരു സംവിധാനം തുടങ്ങിയിട്ടുണ്ട്. ഇതിനടിയിലുള്ളത് ഇതും പോരാതെ വരുന്നു. പിന്നെ മരങ്ങൾ കൂടുതൽ കായ ഒക്കെ ആയി തുടങ്ങി. അതുകൊണ്ട് ഏതായാലും പുറത്ത് വെക്കാതില്ല. അതിൻ്റെ പണി തീർന്നിട്ടില്ല. ഇതെൻ്റെ കുടുംബം, ഇതെൻ്റെ അമ്മ, ഇതെൻ്റെ ഭാര്യ, ഇതെൻ്റെ മകള്. അമ്മയാണ് ഈ ജാതിപത്രി എല്ലാം പൊളിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ പൊളിച്ചു വെക്കും. എത്ര കായുണ്ടെങ്കിലും അതൊക്കെ അമ്മ പൊളിച്ചു വെക്കും. ഫ്ലവറായിട്ട് തന്നെ പൊളിച്ചു വെക്കും. അല്ലിയൊന്നും പൊട്ടിക്കാണ്ട് വൃത്തിയായിട്ട് എടുത്ത് വെക്കും. അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും വെക്കുന്നതിനേക്കാൾ ഒരു 50 രൂപ കിലോ ഈ ജാതിപത്രി കൂട്ടി വെക്കും. കച്ചവടക്കാർ വന്നാൽ അത് എടുക്കാനുള്ള വൃത്തിയായിട്ട് എടുക്കുന്ന കച്ചവടക്കാരും ഉണ്ട്. ജാതി കൃഷി കൂടാതെ എന്തൊക്കെ പരിപാടിയാണ്? ജാതി കൃഷി കൂടാണ്ട് ഒരു പാരമ്പര്യ വൈദ്യ ചികിത്സയുണ്ട്. മഞ്ഞപ്പിത്തം, മൈഗ്രെയിന്, അതായത് ഒരിശനി കൊത്തുന്ന പറയുന്ന അസുഖം, പിന്നെ ടോൺസിലിന് മരുന്ന് കൊടുക്കുക, പിന്നെ പൊള്ളലിനുള്ള എണ്ണ, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. മഞ്ഞപ്പിത്തത്തിന്റെ ചികിത്സ എങ്ങനെയാണ്? അത് നസ്യം ചെയ്യുകയാണ്. മൂക്കിൽ വരുന്ന രോഗികൾ ഒരു 1.5 ഔൺസ് മുലപ്പാൽ, ഒരു 100 ഗ്രാം വെണ്ണനെയ്യും കൊണ്ടുവന്നാൽ പിന്നെ 2 തോർത്തും കൊണ്ടുവരണം. മഞ്ഞപ്പിത്തത്തിന് ഒരാൾക്ക് എത്രത്തോളം ചിലവ് വരും? രോഗികളോട് ഒരു പ്രതിഫലവും മേടിക്കുകയില്ല. ഫ്രീ ആയിട്ടാണ് ചികിത്സ. പാരമ്പര്യമായിട്ട് തുടർന്ന് പോകുന്നതുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ചികിത്സ. അപ്പൊ കൃഷിത്തോട്ടമൊക്കെ കണ്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. ഇനി ആവശ്യക്കാർക്ക് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു വഴി എന്ന് പറഞ്ഞുതരാം. കോഴിക്കോട് നിന്നും ബാലുശ്ശേരി, കൂട്ടാളുടെ, കൂരാച്ചിൻ്റെ വഴി കല്ലാനോട്. അഡ്രസ്സ് സജി മാത്യു, കടുകമ്മാക്കൽ, കല്ലാനോട്, കക്കയം, കോഴിക്കോട്. ഇതിപ്പം തൈകളും കായകളും കൊടുക്കുന്നതിന് പുറമെ അവർക്ക് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ചെയ്ത് കാണിച്ചു കൊടുക്കുമോ? കാണിച്ചു കൊടുക്കും. ആവശ്യക്കാർ വന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കും. അതിനുള്ള സാങ്കേതിക കത്തികളും എല്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്യും.
ഓക്കെ, അപ്പോൾ ഇത്ര നേരം നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരാണ് ഞങ്ങൾ. കൃഷി ഓഫീസർ, എൻ്റെ കൂടെയുള്ളത് കൃഷി അസിസ്റ്റന്റ് ശിവദാസൻ, കൃഷി അസിസ്റ്റന്റ് ശോഭ. സാറേ, ഇതിന്റെ ഈ കൈ പിടിച്ചതിന്റെ താഴോട്ടുള്ളത് 5 വർഷം പഴക്കമുള്ള ഒരു ആഞ്ചടിയാണിത്. ഇത് ഇവിടെ തൊട്ടാണ് ഇത് ബഡ് ചെയ്ത് പിടിപ്പിച്ചത്. ഇതിന്റെ കൈ പിടിച്ച പാടില്ല, ഇവിടെ തൊട്ട് ബഡ് ചെയ്ത് പിടിപ്പിക്കുക. ഇത് പിടിപ്പിച്ചിട്ട് 3 വർഷമായുള്ളൂ. ബഡ് ചെയ്തതിന് ശേഷം ബഡ് ചെയ്തിട്ട് ഇപ്പോൾ 3 വർഷമായുള്ളൂ. ഇപ്പോൾ മാർച്ച് മാസമല്ലേ, ഇപ്പോൾ 3 വർഷം ഒരു 3.25 വർഷമായുള്ളൂ മരം ചെയ്ത്. കഴിഞ്ഞ വർഷം ഇതിലൊരു 10-50 കായ ഉണ്ടായിരുന്നു. കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം ഒരു 10-20 കായ ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം തന്നെ ഈ ചെടി കായ്ച്ചു, വിളവ് കിട്ടി. ആദ്യത്തെ വർഷം കഴിച്ചു. ഇപ്പൊ ഇതിൽ ഈ മരത്തിലൊരു 300 കായെങ്കിലും ഉണ്ട്. ഇതൊരു ആൺമരമായിരുന്നു. നല്ല മുഴുത്ത കായാണ്. പിന്നെ ചെടി കണ്ടിട്ട് ഇത്രയും വലിപ്പമല്ലേ ഉള്ളൂ. ഈ ചെടിയുടേതായ രീതിയിലുള്ള നല്ല സൂപ്പറായിട്ട് അടിച്ചു നല്ലപോലെ കായ്ച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും വളപ്രയോഗം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ 1 കിലോ ഫാക്ടംഫോസ്, 1 കിലോ പൊട്ടാഷ്യം, 1/2 കിലോ മാഗ്നീഷ്യം. അത് ഈ ചെടിക്കൊക്കെ എൻ്റെ കണക്ക് കൂട്ടിൽ ഒരു 600 ഗ്രാം രാസവളം ഞാൻ കൊടുക്കുകയുള്ളൂ. ജൈവവളം എന്ന് വെച്ചാൽ ഒരു 2 വള്ളിക്കോട്ട ചാണകം, പിന്നെ ഒരു 4 കിലോ എല്ലുപൊടി, ഈ മാസത്തെ 1 കിലോ കുമ്മായം തൂളും. പിന്നെ മെയ് മാസം ലാസ്റ്റ് ജൂൺ ആദ്യ വാരത്തിൽ 1% വീര്യമുള്ള ഒരു ബോഡോ മിശ്രിതം അടിക്കും. പിന്നെ ഒരു 45 ദിവസം കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി അതുപോലെ അടിക്കും. പിന്നെ ഒരു 45 ദിവസം കഴിയുമ്പോൾ ഒരു 3 പ്രാവശ്യം തുരിശും കുമ്മായി നിർബന്ധമായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കായ വീഴാൻ തുടങ്ങിയാൽ ഈ ചെടികളിൽ എല്ലാത്തിലും ഉള്ളൊരു പ്രത്യേകത, കായ വീഴാൻ തുടങ്ങിയാൽ ഒരു 20 ദിവസം കൊണ്ട് ഏകദേശം ഒരു 80% കായും താഴെ നമുക്ക് കിട്ടും. 80% കായ എല്ലാ ദിവസവും ചോട്ടിൽ തന്നെ ഒരു 20 ദിവസത്തെ പണിയേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തെ ഈ മരത്തിലെ 80% കായ്, പിന്നെ ഒറ്റയും പട്ടയൊക്കെ ഉണ്ടാവുള്ളൂ. നനവ് ഇങ്ങനെ കൊടുക്കുകയല്ലേ സാർ അല്ലേ? ഇതിപ്പോ രാവിലെ 10 മണിക്ക് ഇട്ടതാ, ഇതുവരെ ഓഫാക്കിയിട്ടില്ല. ഇതിപ്പോ ഇങ്ങനെ കിട്ടിയ ഇതാകുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട്. ഒരു ആരുടെ സഹായം ഒന്നും വേണ്ട. മോട്ടോർ ഓണാക്കിയിട്ട് വീട്ടിലിരുന്നാൽ മതി. ഞാൻ ഇന്ന് വരുമ്പോൾ നാളെ ഒരു ഭാഗത്തോട്ട് എടുത്ത് മാറ്റി അങ്ങനെ ഇടും. അതങ്ങനെ ചെയ്യും. പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു സാധനമുണ്ട്. താഴെ ആ ജാതിയുടെ ചോട്ടിലുണ്ട്. ഇതിൻ്റെ ചോട്ടിലൊരു ചെറിയ സ്പ്രിംഗ്ലർ വെക്കുന്നൊരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴിക്കുന്ന മരം. 2 മാസമായിട്ടുള്ളൂ. അതിന്റെ മുന്നേ സ്പ്രിംഗ്ലർ ഇടുമായിരുന്നു. സ്പ്രിംഗ്ലർ എന്ന് വെച്ചാൽ ജലദോഷം കൂടുതലാണ്. ഞങ്ങൾ മൊത്തത്തിൽ ഈ തോട്ടം ഒന്നിച്ച് സന്ദർശിച്ചപ്പോൾ ഏകദേശം 80ഓളം നല്ല കായ്ക്കുന്ന ജാതികൾ എന്ന് തന്നെ പറയാം. മൊത്തത്തിൽ നോക്കുമ്പോൾ നമ്മുടെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ ഒരു മെച്ചപ്പെട്ട ഒരു തോട്ടം എന്ന് തന്നെ ഈ തോട്ടത്തിനെ പറ്റി പറയാം. കോഴിക്കോട് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കൂരാച്ചുണ്ട് പഞ്ചായത്ത് എന്ന് മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഇത്രയും നല്ല ഒരു തോട്ടം മറ്റു പഞ്ചായത്തുകളിൽ കണ്ടുകിട്ടാൻ വളരെ പ്രയാസമാണ്. കാരണം പിന്നെ വിളവിൻ്റെ കാര്യത്തിലായാലും പരിചരണത്തിൻ്റെ കാര്യത്തിലായാലും തോട്ടം എല്ലാറ്റിലും ഒന്നിലൊന്ന് മെച്ചപ്പെട്ട് കിടക്കുന്ന ഒരു തോട്ടം തന്നെയാണെന്ന് പറയാം. ഒരു ജാതി ഗ്രാഫ്റ്റ് ചെയ്ത ഒരു ജാതിയാണ് ഇത്. ഗ്രാഫ്റ്റ് ചെയ്ത് 1-ാം വർഷം മുതൽ തന്നെ ഇതിന് വിളവ് കിട്ടി. 2-ാം വർഷം അതിലും കുറച്ചും കൂടി മെച്ചപ്പെട്ട വിളവ് കിട്ടി. ഈ 3-ാം വർഷം ഇത് നന്നായി കായ്ച്ചു തുടങ്ങി. കായ്കൾക്ക് തന്നെ നല്ല മുഴുപ്പ് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ മറ്റുള്ള വെച്ച് നോക്കുമ്പോൾ ഈ ജാതി പത്രി മറ്റു നാടൻ ഇനങ്ങളെക്കാൾ നല്ല മെച്ചപ്പെട്ട ജാതി പത്രി, ഫുള്ള് ഈ കായ ഒന്നിച്ച് ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ജാതി പത്രി ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. മറ്റേ നാടൻ നോക്കുകയാണെങ്കിൽ
ജാതിപത്രി കായ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടില്ല, ഇത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 വർഷം കൂടി കഴിയുമ്പോഴേക്കും ഇതിൽ നിന്ന് നല്ല ഒരു വിളവ് നമുക്ക് പ്രതീക്ഷിക്കാം. ചെയ്യുന്നത് പിന്നെ അദ്ദേഹം തയ്യ് സ്വന്തമായി ഈ പ്ലോട്ടിൽ നിന്ന് തയ്യാറാക്കുകയും മറ്റ് കൃഷിക്കാർക്ക് വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇക്കാര്യത്തിൽ എനിക്കൊരു പ്രത്യേകത തോന്നുന്നത്, അദ്ദേഹം ഇവിടെ വരുന്ന കൃഷിക്കാർക്ക് പിന്നെ ഈ ജാതി ഗ്രാഫ്റ്റ് ചെയ്യുന്ന അത് പഠിപ്പിച്ചു കൊടുക്കലും, അതുപോലെ തന്നെ മറ്റ് തോട്ടങ്ങളിൽ പോയി ഇദ്ദേഹം ഇവിടെ നിന്നുള്ള ഈ ജാതിൻ്റെ മുകുളങ്ങൾ കൊണ്ടുപോയി ആവശ്യക്കാരായ താല്പര്യമുള്ള കർഷകരെ മറ്റ് തോട്ടങ്ങളിൽ പോയി പിന്നെ ഗ്രാഫ്റ്റ് ചെയ്തു കൊടുക്കാറുണ്ട് എന്ന് അറിഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾക്ക് മറ്റ് കൃഷിക്കാർ പറഞ്ഞു എന്നുള്ള അറിവാണ് ഞങ്ങളെ ഈ ഇദ്ദേഹത്തിലേക്ക് എത്തിക്കുന്നത്. പിന്നെ അത് കൃഷിക്കാർക്ക് നല്ലൊരു അഭിപ്രായമാണ്. ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അദ്ദേഹം പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ വന്ന് ഇത് ചെയ്തു കൊടുക്കാനും, അതിലൊരുപാട് കൃഷിക്കാർ അദ്ദേഹത്തിൽ നിന്ന് ഈ പിന്നെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന പണി പഠിക്കുകയും പിന്നെ അദ്ദേഹം ചെയ്യുന്ന അതേപോലെ ഇപ്പം ഈ അടുത്തടുത്ത പ്രദേശങ്ങളിലെ മറ്റ് കൃഷിക്കാരും പിന്നെ ഇതേ രീതിയിൽ ചെയ്ത് നല്ല തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നല്ലൊരു പിന്നെ ജാതി കൃഷി ഈ കല്ലാനോട് പ്രദേശത്ത് വ്യാപിപ്പിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് അദ്ദേഹത്തിന് എല്ലാവിധ സഹായങ്ങളും കൃഷിക്കാർക്ക് നൽകുന്നുണ്ട്. പിന്നെ ഈ കൃഷിഭവൻ്റെ വകയായിട്ടുള്ള എന്തെങ്കിലും കർഷകർക്ക് എന്തെങ്കിലും പരിശീലനമോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിൽ പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകണമെങ്കിൽ കൃഷിക്കാരെ കൊണ്ടുവന്നാൽ അദ്ദേഹം എന്ത് സഹായവും ക്ലാസ്സോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇത്രയും ഈ സ്ഥിതിയിൽ നല്ല രീതിയിൽ ഈ കൃഷി എത്തിക്കുന്നതും അതേപോലെ തന്നെ ഈ തൈകൾ കർഷകർക്ക് വിതരണം ചെയ്യുന്നതും. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് നല്ലൊരു ഭാവിയും അദ്ദേഹത്തിൻ്റെ ഈ പ്രയത്ന ഫലമായി ഉണ്ടാക്കിയെടുത്ത പുതിയൊരു തൈ, അദ്ദേഹത്തിന് ആ തൈക്ക് നോവ അല്ലേട്ടാ നോവ എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ തൈ ഇവിടെ മറ്റ് കൃഷിക്കാർക്കുണ്ട്, ഒരുപാട് ഇപ്പം നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം അത് ഈ എല്ലായിടത്തും ഉണ്ട്. അപ്പം അതിനും എല്ലാവിധ കർഷകർക്കും നല്ലൊരു പ്രോത്സാഹനം ആകണം എന്ന് ആശംസിക്കുകയാണ്. തെങ്ങ് കൃഷി കൊണ്ട് മനുഷ്യനെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസരമാണിപ്പോൾ. അതായത് ഇതിൻ്റെ കൂലി ചെലവ്, മറ്റുള്ള നാളികേരത്തിന് വിലക്കുറവ്, പിന്നെ തെങ്ങ് കയറ്റ തൊഴിലാളികളെ കിട്ടാനില്ലാത്തൊരു ടൈം. അതുകൊണ്ട് കൃഷിക്കാർ വളരെ ബുദ്ധിമുട്ടി പലരും തെങ്ങ് കൃഷി ഒഴിവാക്കി റബ്ബർ കൃഷിയിലേക്കും മറ്റുമൊക്കെ നീങ്ങുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ ഈ സമയത്ത് ഈ പിന്നെ തെങ്ങിൻ തോട്ടത്തിൽ ഇടവേളയായി ഈ ജാതി കൃഷി ചെയ്യുന്നതുകൊണ്ട് കർഷകർക്ക് വളരെയധികം മെച്ചമുണ്ടാവും എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ ബോധ്യമാണ്. അപ്പോൾ അതിൽ നമ്മളെ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നനയ്ക്കാൻ സൗകര്യമുള്ളവർ മാത്രമേ, ജലസേചന സൗകര്യമുള്ളവർ മാത്രമേ ഈ പരിപാടി തുടങ്ങാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ എല്ലാ കൃഷികളും കൃത്യമായിട്ട് ചെയ്യുന്ന കുറഞ്ഞ ചെടിയെ ചെയ്തുള്ളെങ്കിലും വൃത്തിയായിട്ടും കൃത്യമായിട്ടും ചെയ്തെങ്കിൽ മാത്രമേ ലാഭം ഉണ്ടാവൂ. നല്ല വൃത്തിയായിട്ട് ചെയ്യണം. നമ്മൾ നനയാണ് ഏറ്റവും ഇതിന് പ്രാധാന്യം. വേനൽക്കാലം തരണം ചെയ്താൽ മുഴുവൻ പൈസയാണ്. മഴക്കാലത്ത് തെങ്ങിനാണെങ്കിൽ മഹാളി പിടിക്കും, റബ്ബറിനാണെങ്കിൽ ചീക്ക് പിടിക്കും, കവുങ്ങിനാണെങ്കിൽ മഹാളി പിടിക്കും. ഇതിൻ്റെ അകത്ത് മഴക്കാലം പെയ്താൽ ഒരു കാ പോലും താഴെ വീഴില്ല. നല്ല മഴയുള്ള കാലങ്ങളിൽ പത്രികക്കാണ് ഇച്ചിരി കൂടുതലുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. മറ്റുള്ള കൃഷികളെ പണി കുറവാണ്. നനയാണ് മെയിനായിട്ടൊരു പണിയുള്ളത്. അത് മാത്രമേ മെയിൻ. വിളവെടുപ്പൊന്നും സാരമില്ല. വിളവെടുപ്പ് ഞാൻ പറിക്കുക, തോട്ടി കെട്ടി പറിക്കുക ചെയ്യുക. ആ ചെടിയെ ഒരു ഓടത്തോട്ടി കെട്ടിയിട്ട് ഓരോ കായും പറിക്കുക. ഞാനും എൻ്റെ ഭാര്യയും പറിക്കും. എൻ്റെ അമ്മ അത് മുഴുവൻ 10 രൂപ ഒഴിവാക്കും. എനിക്കൊരു മകളാണ് നോവ എന്ന് പറഞ്ഞാൽ അവളെല്ലാ കാര്യത്തിനും അടിപൊളിയായിട്ട് സഹകരിക്കും. മകളുടെ പേര് ഒറ്റ മകളാണ്, അവളുടെ പേരാണ് നോവ. അതാണ് നോവ ജാതി എന്ന് പേര്. ഓക്കെ. പിന്നെ ഒരു കാര്യമുണ്ട് സാറേ, പിന്നെ ഇപ്പോൾ പറയുമ്പോൾ ഒരു കാര്യമുണ്ട് സാറിനോട് പറയാം. എനിക്ക് വിതരണം ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് ഏജൻസികളൊന്നുമില്ല. വേറെ എൻ്റെ ബ്രാൻഡിൽ വേറെ ആർക്കും വെക്കാൻ കഴിയില്ല. ഞാൻ ആർക്കും ഒരു നഴ്സറിക്കാരനും കൊടുത്തിട്ടില്ല. കർഷകൻ നേരിട്ട് എന്നോട് വന്ന് മേടിക്കുക, അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ വഹിക്കും. പക്ഷേ ഏതെങ്കിലും നഴ്സറിയിൽ നിന്ന് കടുമാക്കലെ സജിയുടെ നോവാജാതി മേടിച്ചു അത് അങ്ങനെ കായ്ച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അത് എനിക്ക് പ്രത്യേകം പറയാനുള്ളൊരു കാര്യമാണ്. അല്ല, എനിക്ക് എൻ്റെ കാര്യം അത് നേരെ പറയാനുണ്ട് സാറ്. ഇപ്പോൾ സാറിപ്പോൾ വയനാട്ടിലോട്ട് പോകുമ്പോൾ ഇങ്ങാപ്പുഴയെന്നൊരു ജാതിത്തൈ മേടിച്ചു. അത് നോവാജാതിയാന്ന് പറഞ്ഞ് മേടിച്ചിട്ട് അവർ കൊണ്ട് 4 കൊല്ലം കഴിയുമ്പോൾ കായ്ച്ചില്ലേ സാർ എന്നോട് ഒരു വർത്തമാനം പറയാം. എൻ്റെ വീട്ടിൽ വന്ന് സാറ് മേടിച്ചാണ് അതിന് 100% ഉത്തരവാദിത്വം എനിക്കുണ്ട്. അനുദിനം നഷ്ടത്തിലേക്ക്